ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം. നമ്മുടെ മാത്സിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, കഴിഞ്ഞ RRB എക്സാം വെച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പെൻ ഉപയോഗിക്കാതെ ഓപ്ഷൻ ഇരുന്ന് കണ്ടെത്താം, അതാണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ഒരു ടൈപ്പ് കൊടുക്കുക, ലേറ്റസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വളരെ ലളിതമായി ചെയ്യാൻ വേണ്ടി നോക്കാം. ഇത് ശ്രദ്ധിക്കാം മക്കളെ, നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിടാം. NTPC CBT 1 ചോദിച്ചാല് ജൂൺ 19 ചോദിച്ച 53 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ദി ഒറിജിനൽ പ്രൈസ് ഓഫ് എ മ്യൂസിക്കൽ സെറ്റ് എത്ര? 8000 രൂപ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്ര? ദി പ്രൈസ് ഈസ് ഡിഗ്രീസ് ബൈ 12% ഡിഗ്രീസ് ചെയ്ത് പിന്നെ എന്ത് ദെൻ റൈസ്ഡ് ബൈ 25%. വാട്ട് ഈസ് ദി ന്യൂ പ്രൈസ്? ന്യൂ പ്രൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ എത്ര മ്യൂസിക്കൽ സെറ്റിന്റെ പ്രൈസ് 8000 രൂപ അല്ലെ. 8000 രൂപ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഡിഗ്രീസ് ചെയ്ത 12%. അപ്പൊ എത്ര? 100 നിന്ന് 12 കൊടുക്കുക, എത്രയാണ്? 88 അല്ലെ. അപ്പൊ 88/100. പിന്നെ എന്ത് ചെയ്താ? പിന്നെ റൈസ് ചെയ്തു, ഇൻക്രീസ് ചെയ്താ 25%. അപ്പൊ 100 പ്ലസ് 20 125/100 കേട്ടോ. ഇത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇവിടെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ടൈം ലാഭിക്കണം എക്സാം അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞാൽ ഈ 88 നിങ്ങൾ 88 നമുക്ക് എങ്ങനെ 8x11 എഴുതാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അടിയിൽ 11ന്റെ മൾട്ടിപ്ലൈ ചെയ്തോളും നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും 11ന്റെ മൾട്ടിപ്ലൈ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷനിൽ നോക്കാം നമുക്ക് 11ന്റെ മൾട്ടിപ്ലൈ. ഇതും ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. എല്ലാത്തിന്റെ അവസാനം 2 0 ഉണ്ട്. ഈ 2 0 നമ്മൾ ക്യാൻസൽ ചെയ്യുക. ബാക്കി നിങ്ങൾ നോക്കടാ, 81 83 88 93 അല്ലെ. അതേതാ 88 മാത്രമേ എന്നിട്ട് 11ന്റെ മൾട്ടിപ്പിൾ. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 8800. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്താ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ മക്കൾ എല്ലാവർക്കും? എങ്ങനെ നോക്കാം? നമ്മൾ 88 എത്രയാണ്? 8 × 11. 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ഒരെണ്ണം മാത്രമല്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? 8800. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കണം. അത് ALP CBT 2. നിങ്ങൾ നോക്കണം, CBT 2 വെച്ച് ക്വസ്റ്റ്യൻ ആണ് ALP 2000 ഇത്ര 2-ാം തീയതി കേട്ടോ. 2-5-2025 ചോദിച്ചാൽ നോക്കാം. ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ 5 6 7 റിമൈൻഡർ 4 5 6. എന്ന് വെച്ചാൽ എന്തായിരിക്കും? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടണം. 6 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടണം. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 കിട്ടണം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ LCM ഒക്കെ കണ്ടുപിടിച്ചാൽ 15 ചെയ്യണം. അതിന് ഒരു ആവശ്യമില്ല. ഇത് 2 സെക്കൻഡ് 2 സെക്കൻഡ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞാ. ഇവിടെ നോക്കണം, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ പറയുക? റിമൈൻഡർ 4 വരുന്നത് അല്ലെ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 വരണമെങ്കിൽ നമുക്കറിയാം അവസാനത്തെ എന്താക്കണം? ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 9 അല്ലെ. 14 അവസാനം 14 19 അല്ലെ. 24 29 ഒക്കെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ലാസ്റ്റ് ഒക്കെ എന്താ? ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 9. 4 അല്ലെങ്കിൽ 9 അവസാനം പറഞ്ഞ അക്കങ്ങൾ മാത്രമേ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടുള്ളൂ അല്ലെ. ഓപ്ഷനിൽ നോക്കണം ഏതിന്റെയാണ് 4 9 വന്നേക്കുന്നത്. ഒരു ഓപ്ഷൻ മാത്രം 9 വന്നാലും ഓപ്ഷൻ ബി എത്രടാ? 209 നമ്മുടെ ആൻസർ. ഏതാടാ? ALP CBT 2 ചോദിച്ചതാണ് 2-5-2025 കേട്ടോ. ഇത്രയല്ലടാ. CBT 2 ആയാലും 1 ആയാലും എന്താണ് ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിൽ 2 സെക്കൻഡ് വേണ്ട ഇത് ആൻസർ കണ്ടെത്താം അല്ലെ. ഇത് അറിയാവുന്നത് 5 വെച്ച് ചെയ്യാൻ മറ്റേ 4 റിമൈൻഡർ. ഓപ്ഷനിലേക്ക് നോക്കണം, അവസാനം നോക്കാം, ആൻസറിലേക്ക് എത്തിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? CBT 2 ALPക്ക് വെച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് നോക്കാം കേട്ടോ. അടുത്ത് നോക്കടാ, നമുക്ക് നോക്കണ്ട ഒരു ഇതാണ്. ഇത് മെൻസ്ട്രുവേഷൻ ക്വസ്റ്റ്യൻ കേട്ടോ. എ സിലിണ്ടറിക്കൽ ടാങ്ക് ഓഫ് ഡയമീറ്റർ 14 ഡയമീറ്റർ വന്നേക്കുന്നത് കണ്ടെയ്ൻ വാട്ടർ അപ് ടു ദി ഡെപ്ത് ഓഫ് 6 മീറ്റർ. വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് വെറ്റഡ് സർഫസ് എന്ന് വെച്ചേക്കണം. അപ്പൊ അതിന്റെ വരി തന്നിട്ടുണ്ട്. ഇവിടെ എന്താ? സിലിണ്ടർ ആണ് അല്ലെ. സിലിണ്ടറിക്കൽ ടാങ്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇങ്ങനെ വെറ്റഡ് സർഫസ് നോക്കി എന്താണ് നമുക്ക് ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് വെറ്റഡ് കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഏരിയ ഓഫ് ബേസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ടിന്റെ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. കർവ്ഡ് സർഫസ് ഏരിയ എന്തായിരിക്കും? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ. എന്താ? സിലിണ്ടർ നമുക്കറിയാം എന്താണ്? 2πRh. ഇവിടെ നമ്മൾ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യണം? 2πRh 2 × പൈയുടെ വരത്ര 22/7 തന്നിട്ടുണ്ട്. R എത്ര? 14 ആണെങ്കിൽ 7 വരും അല്ലെ. പിന്നെ എത്രയാടാ? Hന്റെ വരത്ര H6 വരും. പിന്നെ ഡയമീറ്റർ ബേസ് ഏരിയ സിലിണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും? 2πR അല്ലെ. അപ്പൊ എത്രയും π 22/7. R എത്രയാടാ? 7². അപ്പൊ 7 വർഷം. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടും. എത്ര ടൈം എടുക്കണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഇതൊന്നിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കണ്ടെത്താം അല്ലെ. അതെങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 2πRh ഇവിടെ 2πR² അല്ലെ. ഇവിടെ പൈ ഉണ്ടാ. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും.
ഇവിടെയും പൈ ഉണ്ട്, therefore ഇതും ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അതും 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. രണ്ട് 11ന്റെ മൾട്ടിപ്പിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതൊരു 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ ബേസ് ഉണ്ടായാൽ നമുക്ക് ആൻസർ കിട്ടിയടാ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് നോക്കടാ, ഏതാടാ 11ന്റെ മൾട്ടിപ്പിൾ എന്ന് നോക്കാം. ഇവിടെ നോക്കടാ, 2 + 4 6 - 1 5 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 6 + 4 10 - 1 9 അത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 4 + 4 8 - 1 7 അത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 8 + 4 12 - 1 11 therefore ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. therefore നമ്മുടെ ആൻസർ എന്താടാ? ഓപ്ഷൻ ഡി എത്ര? 418 നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താം ആൻസർ. ഇത്രയേ ഉള്ളൂ. മെൻസുറേഷൻ ആണ്, അഡ്വാൻസ് മാത്സ് ആണ്, ടഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ വിട്ട് കളയുന്ന പല ഉദ്യോഗാർത്ഥികളും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കില്ല. CBT 2 LP CBT 2 വെച്ചാൽ വിട്ട് കളഞ്ഞിട്ടുണ്ട്. എന്താണ്, സമയം എടുക്കും, അല്ലെങ്കിൽ ചെയ്തവർക്ക് എത്രയാണ് 2-3 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ആൻസർ കണ്ടെത്താനായിട്ട്. അങ്ങനെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്താൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യും. അടുത്ത വർഷം ഗവൺമെന്റ് ജോലി നിങ്ങൾ എത്തിച്ചിരിക്കും. അല്ലെ? അതാണ് ഞാൻ ഉറപ്പ്. നമ്മൾ റോംബസ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കണം. നമുക്ക് റോംബസ് എന്താണ്? റെയിൽവേയുടെയും SSയുടെ എല്ലാ ബാച്ചിലും അവൈലബിൾ ആണ്. അപ്പൊ പുതിയതായിട്ട് ബാച്ചുകൾ ALPയുടെ, ടെക്നീഷ്യന്റെ, JEE അതുപോലെ എന്താണ് NTPC എല്ലാത്തിന്റെയും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് SSയുടെ ബാച്ചിലുണ്ട്. SSC നമ്മൾ CGL, CHSL, MTS, GD കോൺസ്റ്റബിൾ എല്ലാം അവൈലബിൾ ആണ്. കൂടുതലൊക്കെ താഴ്ക്കാന്ന് നമ്മളായിട്ട് ബന്ധപ്പെടുക. ഷോർട്ട് കട്ടുകൾ അറിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തിനൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഷോർട്ട് കട്ടുകൾ കൃത്യമായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.